എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു വളരെ ഹെൽത്തി റെസിപ്പി പ്രോബയോട്ടിക്സിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്യണ്ടായി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉപ്പിലിട്ട പച്ചക്കറികളും ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയെ പറ്റിയൊക്കെ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പണ്ട് മുതൽക്കേ നമ്മളുടെ ഉപ്പിലിട്ട നെല്ലിക്കയും ഉപ്പിലിട്ട മാങ്ങയും ഒക്കെ കഴിച്ചാണ് നമ്മളുടെയൊക്കെ അമ്മയും മുത്തശ്ശിയൊക്കെ പണ്ട് കാലം മുതലേ നമുക്ക് ചെയ്തു തന്നിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കൂടുതലും പ്രിസർവേറ്റീവ്സും ഒക്കെ ആഡ് ചെയ്ത പിക്കിൾസും ഒക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ വയറിന് ഏറ്റവും നല്ലൊരു പ്രോബയോട്ടിക് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഉപ്പിലിട്ട അച്ചാറുകളും അതുപോലെ തന്നെ ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും അതുപോലെ തന്നെ പച്ചക്കറികളും. അത് ഫോർ എക്സാമ്പിൾ ഈ ക്യാരറ്റ്, ക്യുക്കുംബർ ഇതൊക്കെ ഉപ്പിലിട്ടത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ബാക്ടീരിയാസ് നമ്മളുടെ വയറിൽ വരാനും അത് നമ്മളുടെ വയറിൽ ഗ്യാസ്, ബ്ലോട്ടിങ് ഒന്നും തന്നെ ഉണ്ടാക്കുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് പണ്ട് കാലത്തുള്ള മുത്തശ്ശിമാർക്കും അല്ലെങ്കിൽ നമ്മുടെ അപ്പനപ്പൂപ്പന്മാർക്കും ഒന്നും തന്നെ യാതൊരു രീതിയിലുള്ള വയറ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വയറിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു ഉപ്പിലിട്ട നെല്ലിക്ക കൊണ്ട് ചമ്മന്തിയാണ് ഇന്ന് എൻ്റെ അമ്മ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് പറയാമോ? എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? എത്ര സമയം വേണം? ഈ നെല്ലിക്ക ഉപ്പിലിട്ടിട്ട് നെല്ലിക്ക നമ്മൾ മേടിച്ചുകൊണ്ട് വന്നാൽ വേവിക്കണം. വേവിച്ചിട്ട് ആ വെള്ളം തണുപ്പിച്ച് കളയാതെ അതിൽ തന്നെ ഉപ്പിട്ട് ഭരണിയിലാക്കി ഇങ്ങനെ വെച്ച് ഇപ്പോൾ 1.5 ആഴ്ച കഴിഞ്ഞതാണ്. അപ്പോൾ ആ നെല്ലിക്ക വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഊണ് കഴിക്കുമ്പോൾ പെട്ടെന്ന് എടുത്ത് ചമ്മന്തി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അത് 4-5 നെല്ലിക്ക എടുക്കുക, കുറച്ച് ഉള്ളി. ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഉപ്പിലിട്ട ഈ നെല്ലിക്ക നമുക്ക് കിട്ടും. ആക്ച്വലി നല്ല സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ ഉപ്പിലിട്ട നെല്ലിക്ക മേടിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഉപ്പിലിട്ട് വയ്ക്കാം. ഇതിപ്പോൾ 1.5 ആഴ്ചയായിട്ടുള്ള ഉപ്പിലിട്ട നെല്ലിക്കയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് അടുത്തത്. കാന്താരി മുളക് തന്നെയാണ് ഇതിന് വേണ്ടത്. ഒരു കരിവേപ്പില വേണം, ഉപ്പ്, ചെറിയ ഉള്ളി, നമ്മൾ വീണ്ടും കല്ലുപ്പ് തന്നെയാണ്. നമ്മുടെ സോഫ്റ്റ് ഉപ്പ് ഇപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലും ഒക്കെ പറഞ്ഞതുപോലെ നമ്മളുടെ സാധാരണ ഉപ്പല്ല ഉപയോഗിക്കുന്നത്. നമ്മളെല്ലാത്തിലും നമ്മൾ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. ഉപ്പ് ഉപയോഗിക്കുമ്പോൾ പക്ഷേ ഇതിൽ ഉപ്പ് ചേർന്നതാണ് ഈ നെല്ലിക്ക. അപ്പോൾ അതനുസരിച്ച് കുറച്ച് ചേർക്കാം. അതൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇത് ഉപ്പിലിട്ടതായതുകൊണ്ട് തന്നെ വേണമെങ്കിൽ മാത്രം. അതുപോലെ BP പേഷ്യൻസ് ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഉപ്പ് വേണ്ട. നിങ്ങൾക്ക് ഈ ഉള്ളൊരു ഉപ്പ് തന്നെ ധാരാളമായിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നെ വീണ്ടും BP പേഷ്യൻസിന് ഇത് ഞാൻ അധികം പ്രിസ്ക്രൈബ് ചെയ്യില്ല. ഇത് ആക്ച്വലി ലോ BP ഉള്ളവർക്ക് ഇത് ഭയങ്കര നല്ലതാണ്. അതുപോലെ തന്നെ ഈ വയറിൻ്റെ പ്രശ്നമുള്ളവർക്കും ഭയങ്കര നല്ലതാണ്. പിന്നെ ഇതിൻ്റെ വെള്ളം ഒട്ടും കളയാണ്ടിരുന്നാൽ വളരെ നല്ലതാണ്. ആ വെള്ളത്തിൽ നെല്ലിക്ക പൊട്ടിക്കുക, ഉള്ളിയും മുളകും ഉപ്പും കൂടെ ചേർത്ത് അതിൽ ഒരു കുഴമ്പ് പരുവാക്കി കഴിക്കുകയാണ് നല്ലത്. ആ വെള്ളം കളയാതിരുന്നാൽ വളരെ നല്ലതാണ്. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ നെല്ലിക്ക പൊട്ടിക്കുക എന്നാ പറയുക. അതല്ലാതെ നെല്ലിക്ക ചമ്മന്തി എന്നുള്ളൊരു വേർഡ് നമ്മൾ ഉപയോഗിക്കാറില്ല. പഴയ കാലത്ത് ഒരു നെല്ലിക്ക കൊടുത്ത് ഉപ്പും മുളകും എടുത്ത് വെച്ചു, അത് പൊട്ടിച്ചു കൂട്ടിയാണ് ഊണ് കഴിക്കുന്നത്. അപ്പോൾ ആ വെള്ളവും ചേർത്തിട്ട് ഒരു കുഴമ്പ് പരുവത്തിലാക്കി അത് മാത്രം മതി. ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെയുള്ള ചമ്മന്തികളും ഉപ്പിലിട്ട ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കറി വെക്കാൻ നമുക്ക് സാധിക്കാത്ത ദിവസം ഇതൊക്കെ തന്നെ ധാരാളം. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ ചെറിയ ഉള്ളിക്ക് പകരം വെളുത്തുള്ളിയും ചേർക്കാവുന്നതാണ് കേട്ടോ. വെളുത്തുള്ളി ചേർത്ത് ഈ ചമ്മന്തി ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക്, രുചി ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യാം. അത് കുറച്ചുകൂടെ ഹെൽത്തി അല്ലേ? വെളുത്തുള്ളി നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ഈ പറഞ്ഞ പോലെ കൊളസ്ട്രോൾ ലെവൽസും അതുപോലെ തന്നെ ഡയബറ്റീസും എല്ലാം ലിങ്ക്ഡ് ആണ്. ഡയബറ്റീസും കൊളസ്ട്രോളും ഇതൊക്കെ ലിങ്ക്ഡ് തന്നെയാണ്. അപ്പോൾ അതിന് വെളുത്തുള്ളിയും നല്ലൊരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്. വെളുത്തുള്ളിയും ഈ കാന്താരി മുളകും നെല്ലിക്കയും വളരെ നല്ലതാണ് അച്ഛനൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് എന്തായാലും ഇനി നമ്മളുടെ ഈ ഒരു ഇതിനകത്തേക്ക് കിടക്കാം. അപ്പം നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് ഈ നെല്ലിക്ക പതുക്കെ ഇത് ഒത്തിരി ഉടഞ്ഞ് പോവും. അപ്പോൾ വളരെ സൂക്ഷിച്ച് തന്നെ നമുക്കിതൊന്ന് എടുക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് പകർത്താം. അപ്പോൾ നമുക്കൊരു ഇത്രയും ഉള്ളിക്ക്
ഒരു 5 എണ്ണം എടുത്ത് 5 എണ്ണം എടുക്കാം അല്ലേ. വെള്ളത്തോട് ഉടഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ, ഉടയാനും എന്തായാലും ഉടയ്ക്കണം. കായ എടുത്ത് കളയണമല്ലോ. ഇത് ഈ ഉള്ളിയും മുളകും ഉപ്പും കൂടെ 2 കരിവേപ്പിലയുടെ തണ്ടിൻ്റെ ഉള്ളിലേക്കാണോ നമ്മൾ ഇടണ്ടല്ല, ഇത് മിക്സിയിൽ ഒന്ന് കറക്കി എടുക്കണം ഇത്രയും. എന്നിട്ട് ഇത് കൂട്ടി യോജിപ്പിച്ചാൽ മതി. ഇത് അരയ്ക്കാൻ നിൽക്കണ്ട, ഇത്രയും ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. നമ്മൾ ഇതൊന്ന് തുറന്നു നോക്കി കഴിഞ്ഞാൽ നമ്മൾ അതെല്ലാം ക്രഷ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഉള്ളി, അതുപോലെ തന്നെ നമ്മളുടെ കാന്താരി മുളക്, പിന്നെ എന്തായിരുന്നു ഒരു കരിവേപ്പില, 1 കരിവേപ്പില, 1-2 കരിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് കൂട്ടി ഇളക്കിയാൽ മതി. കൈകൊണ്ട് അങ്ങോട്ട് ചാലിക്കാറുണ്ട്, അതുകൊണ്ട് ഇത് കൈകൊണ്ട് ചാലിക്കുന്നില്ല, ഇത് സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതും നമ്മൾ നല്ല തൈര് ഒഴിച്ച ചോറും ഈ ഒരു ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ. ഇത് ഞാൻ മനഃപൂർവ്വം കൃഷി ചെയ്യാത്തതാണ് കേട്ടോ. ഇത് കാരണം എന്ന് വെച്ചാൽ ആ ഒരു നെല്ലിക്ക കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് അത് നല്ലതാണ്. കാരണം ഇങ്ങനെ എനിക്ക് കുറച്ച് അങ്ങനെ എടുത്ത് കടിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നന്നായിട്ട് ഉടയണം എന്നുള്ളവർക്ക് അത് നന്നായിട്ട് സ്മാഷ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ റെഡിയായി കഴിഞ്ഞു. ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം. എനിക്ക് ഈ എരിവ് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല, എന്നാലും ഈ നെല്ലിക്കയും ഇതുമായിട്ടുള്ള കോമ്പിനേഷനിൽ ആ ഒരു എരിവ് വന്നില്ലെങ്കിലും ഇതാണ്. നമുക്കിത് തൈര് കൂട്ടിയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ നല്ല ഉപ്പും നല്ല എരിവും അതുപോലെ തന്നെ ആ ഉള്ളി എല്ലാം നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് വളരെ ഈസി അല്ലേ. ഇതിനകത്ത് എന്താ ശരിക്കും പറഞ്ഞാൽ ഒരു പണിയില്ല. ഈ ഉപ്പിലിട്ട നെല്ലിക്ക നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു കാന്താരി മുളകും ഒരു ഉള്ളിയും ഇത് മാത്രമാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാം. കറിവേപ്പിലയൊന്നും തപ്പി നിങ്ങൾ പോകേണ്ട ആവശ്യം പോലും ഇല്ല. ഇത് മാത്രം ഇത് ചെയ്യുക. കുറച്ച് തൈരും ചോറുണ്ടെങ്കിൽ കുശാലാണ്. അപ്പോൾ ഇതെന്തായാലും ഇതൊരു നല്ല പ്രോബയോട്ടിക്കാണ്. അപ്പോൾ ഇതിൻ്റെ എരിവിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിനകത്തൊന്നും യാതൊരു പ്രശ്നങ്ങളില്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. വളരെ നല്ല, വളരെ ഈസി ആയിട്ടുള്ളതും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ചമ്മന്തികളും പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ നമുക്ക് പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക.